മാത്സിലേക്ക് സ്വാഗതം. വിവിധ മത്സര പരീക്ഷകൾ നടക്കുന്ന കാലഘട്ടമാണല്ലോ. മത്സര PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എക്സാം ഹാളിൽ നല്ല ഈസി ആയിട്ട് സ്പീഡിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്തും കണക്കുകൾ ചെയ്യാൻ സാധിക്കും. ശതമാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പോർഷൻസ് നമുക്ക് നോക്കാം. ശതമാനം മീൻസ് 20% എന്ന് പറഞ്ഞാൽ 20/100, 5% എന്ന് പറഞ്ഞാൽ 5/100, 10% എന്ന് പറഞ്ഞാൽ 10/100. ഒരു സംഖ്യയുടെ X% Y ആയാൽ സംഖ്യ കാണാൻ ഈ ഫോമിൽ അങ്ങ് മനസ്സിലോർത്ത് വെച്ചിരുന്നാൽ മതി. നേരെ Y/X × 100. ഒരു സംഖ്യയുടെ 25% 100 ആയാൽ അല്ലെങ്കിൽ 100 ആയാൽ സംഖ്യ എത്ര? സാധാരണ ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണ്. ഒരു സംഖ്യയുടെ X% Y ആയാൽ സംഖ്യ കാണാൻ Y/X × 100. ഇവിടെ ഒരു സംഖ്യയുടെ X% Y ആയാൽ സംഖ്യ എന്ന് പറയുന്നത് Y/X × 100. Y/X × 100. ഒരു സംഖ്യയുടെ 20% 100 ആയാൽ സംഖ്യ എത്ര? അപ്പം എന്ത് വേണം? ഒരു സംഖ്യയുടെ 20% 100 ആയാൽ എന്ത് ചെയ്താൽ നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. 100/20 × 100. സംഖ്യ എത്ര വരും? 500. സംഖ്യ 500. ഇനി അടുത്തത്, ഒരു സംഖ്യയുടെ 5% 85 ആയാൽ ആ സംഖ്യ എത്ര? അപ്പോൾ നമ്മൾ ഈ ഫോർമുല മനസ്സിലങ്ങ് ഓർത്തിരുന്നാൽ മതി. 85 ÷ 5 × 100, അതായത് 1700 കിട്ടും. അപ്പോൾ ഈ ഷോർട്ട് കട്ട് അങ്ങ് ഓർത്തിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഒരു പരീക്ഷയ്ക്ക് പാസ്സാകണമെങ്കിൽ മൊത്തം 50% മാർക്ക് വേണം. 50% എന്ന് പറഞ്ഞാൽ 50/100 എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യുമ്പോൾ 1/2 കിട്ടും. 50/100 എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പാസ്സാകണമെങ്കിൽ 50% മാർക്കാണ് വേണ്ടത്. കുട്ടിക്ക് 172 മാർക്ക് കിട്ടി. 172 മാർക്കിൻ്റെ കൂടെ 28 മാർക്കും കൂടെ കൂട്ടിയാൽ 50% ആവും. ജയിക്കണമെന്നില്ല. അപ്പോൾ 10%, അതായത് പകുതി 1/2. 50% എന്നാൽ 100-50 എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ പകുതിയാണ്. അതായത് ആകെ മാർക്ക് X ആണെന്നിരിക്കട്ടെ, Xൻ്റെ 50% എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 200 കിട്ടി. അപ്പോൾ X കാണാൻ എന്ത് ചെയ്യണം? ആകെ മാർക്കിനെ നമ്മൾ X എന്ന് എടുക്കുന്നു. ആകെ മാർക്കിനെ നമ്മൾ അറിയാത്തതുകൊണ്ട് X എന്ന് എടുക്കുന്നു. അപ്പോൾ ആകെ മാർക്കിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 200 കിട്ടി. 172 കിട്ടിയപ്പോൾ പാസ്സായില്ല. 28 കൂടെ വേണം, അതായത് 200. 200 50%. അതായത് ആകെ മാർക്കിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 200. അപ്പോൾ X കാണാൻ എന്ത് ചെയ്താൽ മതി? 200 ÷ 50%. കൂടുതലിട്ട് കൂടെ കിടക്കുന്ന 50% കൊണ്ട് ഹരിക്കുക. അതായത് 200 തിരിച്ചിട്ട് ഗുണിച്ചാൽ 100/50. 200 × 2 400. അപ്പം ഓപ്ഷൻ ഡി 400 ഉത്തരം. ആകെ മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എനിക്ക് കൂടി പറയാം. 50% എന്ന് പറഞ്ഞാൽ 100-ൽ 50. അതായത് ഇത് കട്ട് ചെയ്യുമ്പോൾ പകുതി. അതായത് 100-ൽ 50 എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അതായത് Xൻ്റെ ആകെ മാർക്ക് X ആണെന്നിരിക്കട്ടെ, Xൻ്റെ 50% എന്ന് പറയുന്നത് കുട്ടിക്ക് 172 കിട്ടപ്പോൾ ഫെയിലായിപ്പോയി. 172ൻ്റെ കൂടെ 28ൻ്റെ കുറവുണ്ട് ജയിക്കാനെന്ന് പറഞ്ഞിട്ടാണ്. 172ൻ്റെ കൂടെ 28 കൂടെ കൂട്ടിയാൽ ജയിക്കാനാണ് പാസ് മാർക്ക് ആകത്തുള്ളൂ. പാസ് മാർക്ക് അവിടെ എത്രയാണ്? 200. ആകെ മാർക്കിൻ്റെ 50% ജയിക്കാൻ വേണ്ടതെന്ന് തന്നിട്ടുണ്ട്. ആകെ മാർക്ക് നമ്മൾ X എന്ന് എടുക്കുന്നു. ആകെ മാർക്കിന് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ X എന്ന് എടുക്കുന്നു. അതായത് ആകെ മാർക്കിൻ്റെ 50% 200. അപ്പോൾ ആകെ മാർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 50% ഇവിടെ കൊണ്ടുവന്ന് ഹരിച്ചാൽ മതി. അതായത് 200 ÷ 50%, അതായത് 50/100. തിരിച്ചിട്ട് ഗുണിക്കുക. 200 × 100/50. 200 × 2 400. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരു സംഖ്യയുടെ 20% 480ൻ്റെ 60%-ന് തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഖ്യ നമ്മളിവിടെ X എന്ന് എടുക്കുന്നു, അറിയാത്തത്.
അപ്പോൾ സംഖ്യയുടെ 20%, 20%യുടെ എന്നുള്ളിടത്ത് ഇൻറ്റു കൊടുക്കണം. എക്സ് ഇൻറ്റു 20%, അതായത് എക്സ് ഇൻറ്റു 20/100. 20% എന്ന് പറഞ്ഞാൽ 20/100. 30% എന്ന് പറഞ്ഞാൽ 30/100 സമം 480-ന്റെ 60% തന്നിട്ടുണ്ട്. 480-ന്റെ ഉട എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ 20%, ഒരു സംഖ്യ അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് എടുത്തു. എക്സിൻ്റെ സംഖ്യയുടെ 20% 480-ന്റെ 60%-ന് തുല്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സമത്തിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഡിനോമിനേറ്റർ 100 വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്കങ്ങ് കട്ട് ചെയ്യാം. അതായത് എക്സ് ഇൻറ്റു 20 എന്ന് പറയാൻ 480 ഇൻറ്റു 60. അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 480 ഇൻറ്റു 60 കൂടെ കിടക്കുന്ന 20 കൊണ്ട് ഹരിച്ചാൽ മതി. 3 1440 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1440. ഒരു സംഖ്യയുടെ 20% 480-ന്റെ 60%-ന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഖ്യ നമ്മൾ എക്സ് എടുക്കുന്നു. സംഖ്യയുടെ എക്സിൻ്റെ 20%, 20/100 സമം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 480-ന്റെ ഉട എന്നൊക്കെ പറയുന്നിടത്ത് മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം കൊടുത്താൽ 60%. 60% മീൻസ് 60/100. ഇവിടെ രണ്ടിടത്തും ഒരുപോലെ വന്നത് കട്ട് ചെയ്യുക. നമുക്ക് 20 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 480 ഇൻറ്റു 60 അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 480 ഇൻറ്റു 60 കൂടെ കിടക്കുന്ന 20 വെച്ച് ഹരിച്ചാൽ മതി. 480 ഗുണം 3 1440 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1440. ഒരു സാധനത്തിൻ്റെ വില X% വർദ്ധിപ്പിച്ച് വീണ്ടും Y% കൂട്ടിയാൽ വർധനവിൻ്റെ ശതമാനം അല്ലെങ്കിൽ വിലയിലുണ്ടാകുന്ന മാറ്റം കാണാൻ ഈ ഷോർട്ട് കട്ട് ഫോർമുല ഓർത്തിരുന്നാൽ മതി. X% കൂട്ടി വീണ്ടും Y% വർദ്ധിപ്പിച്ചാൽ വിലയിലുണ്ടാകുന്ന മാറ്റം എത്രയാണ്? വർധനവിൻ്റെ ശതമാനം കാണാൻ X + Y + XY/100 എന്ന ഷോർട്ട് ഫോർമുല ഓർത്തിരുന്നാൽ മതി. ഇവിടെ ഒരു സാധനത്തിൻ്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചു, വീണ്ടും 30% വർദ്ധിപ്പിച്ചാൽ വിലയിലുണ്ടാകുന്ന വർധനവ് എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. ഇത് സാധാരണ കാണുന്ന ഒരു ചോദ്യമാണ്. അതായത് 20% 30%, അതായത് എക്സ് + വൈ + XY/100, അതായത് 20 + 30 + 20 ഇൻറ്റു 30/100. 20 30 എത്ര? 50 + 20 × 30 എത്ര? 600/100, അതായത് 50 + 6 56%. ഓപ്ഷൻ സി ആണ്. ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. ഈ ഷോർട്ട് കട്ട് ഫോർമുല ഓർത്തിരുന്നാൽ നമുക്ക് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഒരു സാധനത്തിൻ്റെ വില X% വർദ്ധിപ്പിച്ച് വീണ്ടും Y% കൂട്ടിയാൽ വിലയിലുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ വർധനവിൽ വരുന്ന ശതമാനം എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ ഈ ഷോർട്ട് കട്ട് ഫോർമുല ഓർത്തിരുന്നാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. X + Y + XY/100, അതായത് 20 + 30, 20% കൂട്ടി വീണ്ടും 30% കൂട്ടി 20 + 30 + 20 × 30/100. ഈ ഷോർട്ട് കട്ട് ഫോർമുല ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. 20 + 30 + 20 × 30/100 50 + 600/100 56. 50 + 6 ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ ഒരു ചതുരത്തിന് നീളം 10%, വീതി 20% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ഈ മോഡലിലുള്ള കണക്ക് ഇങ്ങനെ ചെയ്താൽ മതി. 10 + 20 X + Y + XY 10 × 20/100, അതായത് 10 20 എത്ര? 30 + 200/100 2, അതായത് 32. എത്ര ശതമാനം വർദ്ധിക്കുന്നത്? 32. ഓപ്ഷൻ സി ആണ് ഉത്തരം. ചതുരത്തിൻ്റെ നീളം 10%, വീതി 20% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? അതായത് X + Y + XY/100, അതായത് 10 + 20 + 10 × 20/100, അതായത് 32. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും. ശതമാനത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് എടുത്തിട്ടുള്ളത്.
അതിനെ സംബന്ധിക്കുന്ന കുറേ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ശ്രീമാൻസിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. അവിടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.